മകളെ, ജെറൂസലേം പ്രയർ ലൈനിലെ 3 മിനിറ്റിലേക്ക് ഇതാ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അടുത്ത ദിവസം നമ്മൾ ഒരുമിച്ച് ചേരുകയാണ്. ഇതൊരു വലിയ സ്നേഹ കൂട്ടായ്മയായി വളർന്നു കഴിഞ്ഞു. ഇത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമായി, വലിയ കൃപയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പലരും സ്നേഹം തേടി പലയിടങ്ങളിലും അലയുന്നു, സന്തോഷം തേടി പലയിടങ്ങളിലേക്കും പോകുന്നു, സമ്പത്ത് തേടി പലതും ആരംഭിക്കുന്നു. എന്നാൽ നാം യേശുവിനെ സ്വന്തമാക്കിയാൽ സ്നേഹവും സമാധാനവും സന്തോഷവും സമ്പത്തും ജീവിത ഐശ്വര്യങ്ങളും യേശുവിൻ്റെ പിന്നാലെ വരും. ഇതാ വചനം തരുന്നു. 16-ാം സങ്കീർത്തനം 11-ാം വാക്യം. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൂർണ്ണത ദൈവത്തിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. പലപ്പോഴും എല്ലാറ്റിലും നമ്മൾ പൂർണ്ണത കിട്ടണമെന്നില്ലല്ലോ. എല്ലാവരും നന്നായി പറഞ്ഞു എന്നതുകൊണ്ട് സ്വയം തൃപ്തി തോന്നണമെന്നില്ലല്ലോ. എപ്പോഴും പ്രാർത്ഥനയിൽ ആനന്ദം ലഭിക്കണമെന്നുമില്ല. എപ്പോഴും ഒരേ അളവിൽ പ്രവർത്തന ഊർജം ലഭിക്കണമെന്നില്ല. അനേകം തകർന്ന ജീവിതങ്ങളെ ഒന്നിപ്പിക്കുമ്പോഴും സ്വന്തം കുടുംബജീവിതം തകരുന്നത് ചിലപ്പോഴെങ്കിലും കാണാറില്ലേ? ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സ്നേഹം ഉള്ളിലെ ആനന്ദത്തെ, സമാധാനത്തെ, പ്രകാശത്തെ അണയ്ക്കാതെ നമ്മൾ സൂക്ഷിക്കണം. പ്രശ്നങ്ങളുടെ നടുവിലും പ്രശ്ന പരിഹാരമാകാൻ നിനക്ക് സാധിക്കുമോ? വൈകല്യങ്ങളെ ആയുധമാക്കി വിജയത്തിൻ്റെ കൽപ്പടവുകൾ ചവിട്ടിക്കയറാൻ സാധിക്കുമോ? നമ്മൾ കണ്ടിട്ടില്ലേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതം തുടങ്ങിയവർ വിജയത്തിൻ്റെ വർണ്ണങ്ങൾ വാരി വിതറി മുന്നോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ നമ്മൾ തിരിച്ചറിയുക. ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടെ സ്വീകരിക്കുക. എല്ലാ സങ്കടങ്ങളിലും വേദനകളിലും നമ്മുടെ ദൃഷ്ടി യേശുവിലേക്ക് ഉയർത്തുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനാലയത്തിൽ സംബന്ധിച്ച ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കഴിവനുസരിച്ച് അനേക മക്കളിലേക്ക് ഇത് പകരുവാൻ ഇടവരുത്തണമേ. പ്രത്യേകമായി ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരും ഇതിൻ്റെ പ്രേക്ഷിതരായി മാറട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.